നമ്മുടെ അടൂർ ജനറൽ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണവും ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അടൂർ ജനറൽ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ്. നമുക്ക് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജനറൽ ആശുപത്രി അതിമനോഹരമായി പുതിയ കെട്ടിടം കിഫ്ബിയിലൂടെ അനുവദിച്ച് 16.64 കോടി രൂപയ്ക്ക് അനുവദിച്ച് അത് പൂർത്തിയാക്കി. ഇനിയും ഒരു 13 കോടി രൂപ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. നമുക്കുള്ള പ്രശ്നം സ്ഥലത്തിന്റെ പരിമിതിയാണ്. അപ്പൊ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് വകുപ്പുകൾ തമ്മിൽ ധാരണയായി അത് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ബ്ലോക്കും കൂടി യാഥാർത്ഥ്യമാക്കും. ഈ കാലഘട്ടത്തിൽ OP നവീകരണം 2 ഫേസായിട്ട് നമുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ ഫേസ് 1,14,00,000 രൂപ അനുവദിച്ച് പൂർത്തിയാക്കി. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. നമ്മുടെ അടൂർ ആശുപത്രിയിൽ പീഡിയാട്രിക് ICU ഉണ്ട്, ഹൈ ഡിപ്പെൻഡൻസി വാർഡ് ഉണ്ട്. ഇവ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ചതാണ്. ഈ 5 വർഷങ്ങൾക്കുള്ളിൽ 32,91,000 രൂപ ചെലവഴിച്ചാണ് കുഞ്ഞുങ്ങളുടെ ICU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുമൊക്കെ നമ്മളിവിടെ പൂർത്തീകരിച്ചത്. SNCU നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായി നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിചരണ യൂണിറ്റാണ്. 20,79,000 രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ അടൂർ ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, ചുരുക്കം ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അടൂർ നിയോജക മണ്ഡലം നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ചന്ദനപ്പള്ളിയിലേക്കാണ്. അവിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. ഈ സർക്കാരിന്റെ കാലത്ത് നമ്മൾ അവിടെ പണം അനുവദിച്ചു. 1,43,00,000 രൂപ അനുവദിച്ച് അതിമനോഹരമായി, അതിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ആരോഗ്യ കേന്ദ്രമാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ വളരെ മനോഹരമായി 1,43,00,000 രൂപ ചെലവഴിച്ച് അവിടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. പണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചന്ദനപ്പള്ളിയിൽ നിന്നും അങ്ങാടിക്കലിൽ നിന്നും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ പോയിക്കൊണ്ടിരുന്നവർ ഇന്ന് ചന്ദനപ്പള്ളിയിലെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്ന പ്രായമുള്ള ആളുകളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊടുമണ്ണും പഞ്ചായത്ത്. അപ്പോ അവിടെ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്ക് അവിടെ ലാബിൽ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. എവിടെയൊക്കെ പോയിരുന്നവരാണ്? നേരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നവരാണ്. തുമ്പമൺ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ആദ്യഘട്ടത്തിൽ 37,00,000 രൂപ ചെലവഴിച്ചു. അത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. ഇപ്പൊ 4 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. പുതിയ കെട്ടിട നിർമ്മാണം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. 4 കോടി രൂപ. ഏറത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് വേണ്ടി 39,00,000 അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. കടമ്പനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് 21,00,000 രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. അടൂര് ഇതൊന്നും കൂടാതെ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോ അടൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലുള്ളവർ സർക്കാർ ആശുപത്രിയിൽ, നമ്മുടെ ജനറൽ ആശുപത്രിയിൽ വരാതെ നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ പോലെ കാണാൻ കഴിയുമോ? നേരത്തെ കഴിയുമായിരുന്നില്ല. ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളൊരു കാര്യം തുടങ്ങി. എന്താണെന്നറിയാം, 2 പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയായി 3-4 വാർഡുകൾ ചേരുന്നിടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം തുടങ്ങി. നമ്മുടെ പഴയ സബ് സെന്ററുകൾ ഓർക്കുന്നില്ലേ? അത് മാസത്തിലൊരിക്കൽ തുറക്കുന്നു, അല്ലെ തുറക്കത്തുമില്ല, മാസങ്ങൾ അടഞ്ഞു കിടക്കും. ഈ സർക്കാർ വന്നപ്പോൾ 2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5,417 ജനകീയ ആരോഗ്യ സബ് സെന്ററുകൾ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പീപ്പിൾസ് ഹെൽത്ത് സെന്റർ ആക്കി. എങ്ങനെയാണത്? അവിടെ 3 ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു. ആശമാര് കൂടാതെ ആരൊക്കെ? MLSP, മൾട്ടി ലെവൽ സർവീസ് പ്രൊവൈഡർ, നഴ്സാണ്.
നഴ്സിംഗ് ഓഫീസറാണ്. JPHN, JHI, അതോടൊപ്പം തന്നെ നമ്മുടെ ആ വാർഡുകളിലെ ആശമാർ ചേരുന്ന MLSP, JPHനും JHIയും ആശമാരും ചേർന്ന ജനകീയാരോഗ്യ കേന്ദ്രം. നമുക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ അത്യാവശ്യം കാർഡ് ടെസ്റ്റുകൾ നടത്താം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി. ആരോഗ്യ ക്ലബ്ബുകൾ ഉൾപ്പെടെയുണ്ട്. നഗരപ്രദേശങ്ങളിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി. അന്ന് ആദ്യഘട്ടത്തിൽ തദ്ദേശ വകുപ്പിന്റെ മന്ത്രി ബഹുമാന്യനായിട്ടുള്ള ഗോവിന്ദ മാഷായിരുന്നല്ലോ. അപ്പൊ മാഷും ഞാനും കൂടി ഞങ്ങൾ ഇത് ആലോചിച്ചു, നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത്. അടൂരില് എത്ര നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് അറിയുമോ? അടൂര് TB വാർഡ്, പറക്കോട്, പാമ്പേറ്റുകുളം, മുടിയൂർക്കോണം, കുരമ്പാല എന്നിങ്ങനെ 4 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചത്. അവിടെ ഡോക്ടർമാരുടെ സേവനവുമുണ്ട്. ചന്ദനപ്പള്ളി, ഏഴംകുളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ദേശീയ ഗുണനിലവാരമായിട്ടുള്ള NQAS സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഇനി ചിലയിടങ്ങളിൽ ഞാൻ പറയട്ടെ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇളമ്പള്ളി, മണ്ണടി, ഒറ്റത്തേക്ക്, ഏനാത്ത് എന്നീ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 55 ലക്ഷം രൂപ വീതം അനുവദിച്ചു. 23-24 സാമ്പത്തിക വർഷം അടൂർ നിയോജക മണ്ഡലത്തിലെ പന്തളം തെക്കേക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1,43 ലക്ഷം രൂപ. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഞാൻ കാര്യം പറഞ്ഞു. അതുപോലെ അടൂർ നിയോജക മണ്ഡലത്തിലെ പള്ളിക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് 55 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതുകൊണ്ട് അടൂർ ജനറൽ ആശുപത്രിയെ കുറിച്ച് പറയട്ടെ. നമ്മൾ ഈ ഘട്ടത്തിലാണ്, 10 വർഷം മുൻപ് നമുക്കൊരു ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഘട്ടത്തിൽ ആരംഭിച്ചു. ഇനി 2021 എനിക്ക് തോന്നുന്നു 70 ആശുപത്രികൾക്കാണ്. കാരണം 10 വർഷം മുൻപാണ് ആരംഭിച്ചത്. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആശുപത്രികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 300 ആശുപത്രികൾക്ക് നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടൂർ ജനറൽ ആശുപത്രിയിൽ ദേശീയ അംഗീകാരങ്ങളായിട്ടുള്ള NQAS, ലക്ഷ്യ, മുസ്കാൻ പുരസ്കാരങ്ങൾ ലഭിച്ചു. സംസ്ഥാന തലത്തിൽ ഈ 3 പുരസ്കാരങ്ങളും ലഭിക്കുന്ന ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് അടൂർ ജനറൽ ആശുപത്രി. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുമെല്ലാം വല്ല മുഖ്യധാര മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടോ? ഒരു മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഇവിടെ നമുക്ക് കാണേണ്ടത്, ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഓൺലൈനായിട്ട് ഉദ്ഘാടനം 2 ഇടത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ചവറയിൽ, നീണ്ടകരയിൽ നടക്കുന്നുണ്ട്. നീണ്ടകരയിൽ കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. മത്സ്യ തൊഴിലാളി മേഖലയാണ്, തീരദേശമാണ്. അവിടെ പഴയ ആരോഗ്യ കേന്ദ്രം വളരെ പരിതാപകരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു. മാത്രമല്ല, ഉപ്പുവെള്ളം, കടൽക്കാറ്റ് ഏറ്റവും അവിടെ എല്ലാം ദ്രവിച്ചു പോകുന്ന സ്ഥിതിയാണ്. എക്യുപ്മെന്റ്സും ദ്രവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കിഫ്ബിയിലൂടെ പുതിയ കാലത്തിന്റെ നല്ല മനോഹരമായ നിർമ്മാണം സാധ്യമാക്കി. ഇപ്പം ഓൺലൈനാണ്, ഞാൻ അതിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 56 കോടി രൂപയുടെ പുതിയ കാലത്തിന്റെ നിർമ്മാണം അവിടെ സാധ്യമാക്കി. ട്രോമ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണല്ലോ. ഈ മാറ്റം എങ്ങനെ കാണണമെന്ന് നോക്കിയാൽ 2021 2ാം വേവിന്റെ തുടക്കമാണ് ഈ സർക്കാരിന്റെ തുടക്കം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1ാം തരംഗം, നമ്മൾ ടോട്ടൽ ലോക്ക്ഡൌൺ ആയിരുന്നു. ഈ സർക്കാരിന്റെ തുടക്കം 2ാം തരംഗത്തിന്റെ തുടക്കം കൂടിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ കൂടുതലായിട്ട് ഹോസ്പിറ്റലിലാകുന്നു. ഡെൽറ്റ വേവ് ഒക്കെയാണ്, ഓക്സിജൻ വേണം. അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് 30 ബെഡാണ്, ഓക്സിജൻ ബെഡ്. ഇന്ന് ആ 30 ബെഡുകളുടെ സ്ഥാനത്ത് എത്ര ബെഡാണെന്ന് അറിയാമോ? 930 ഓക്സിജൻ ബെഡാണ്. 30 ബെഡിന്റെ സ്ഥാനത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നുള്ളത് 930 ഓക്സിജൻ ബെഡുകൾ. ട്രോമാ കെയർ സാധ്യമാക്കി, സൂപ്പർ സ്പെഷ്യാലിറ്റി സാധ്യമാക്കി, അമ്മയും കുഞ്ഞും ബ്ലോക്ക് സാധ്യമാക്കി എന്ന് വേണ്ട ഈ കാലഘട്ടത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എല്ലാ മെഡിക്കൽ കോളേജുകളും. പത്തനംതിട്ട ജില്ല നോക്കിയാൽ, ഞാൻ ഈ തൊട്ടടുത്ത് ആറന്മുള മണ്ഡലത്തിലെ കോഴഞ്ചേരിയിൽ കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ച OP ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. പണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിരുന്നവർ ഇന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നു. നല്ല വൃത്തിയുള്ള, നല്ല അടിസ്ഥാന സൗകര്യം, എല്ലാവിധ ക്രമീകരണങ്ങളും, നല്ല ചികിത്സാ സൗകര്യങ്ങൾ. ഇനി അപ്പുറത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. അത് വിവിധ പദ്ധതികൾ, ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് ഉണ്ട്, OP ബ്ലോക്ക് ഉണ്ട്, അതുകൂടാതെ BNCയുടെ നവീകരണം ഉണ്ട്. തിരുവല്ലയിൽ, റാന്നിയിൽ, അങ്ങ് കോന്നിയിൽ, എഴുമറ്റൂരിൽ എന്നുവേണ്ട എല്ലാ ആശുപത്രികളിലും പുതിയ കെട്ടിടങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞു. കോന്നിയിലേത് പൂർത്തിയായി, റാന്നി നിർമ്മാണം നടക്കുന്നു, തിരുവല്ല ഒരു നിർമ്മാണം പൂർത്തീകരിച്ചു, അടുത്ത നിർമ്മാണം നടക്കുന്നു, എഴുമറ്റൂരിലും നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കിയിട്ടുള്ളതാണ്.